ഹായ് ഗായ്സ്, അസ്സലാമലൈക്കും. എന്താണ് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? നമുക്കും കുഴപ്പമൊന്നുമില്ല കേട്ടോ, അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ പുറത്ത് വാതിലൊക്കെ കൂട്ടിയിട്ട് ഞാൻ നമ്മളൊക്കെ പുറത്തിറങ്ങിയിട്ടുണ്ടല്ലേ. അപ്പോൾ നമ്മൾ എവിടേക്കുമില്ല, വീട്ടിലേക്ക് പോവാം കേട്ടോ. മോൻ അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ മോനുള്ള ദിവസത്തെ ഒരു ഡാമി ലൈഫ് ചെയ്തിട്ടില്ല. അവിടെ നിന്ന് വന്നതിന് ശേഷം കേട്ടോ ഒരു നിർത്തി പോകുന്നു. കാരണം എനിക്ക് അവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടാണ്. അവിടുന്ന് കുറേ കുട്ടികളൊക്കെ അവനെ വികൃതി കാട്ടാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവിടെ നിർത്തി പോകുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ തന്നെ മദ്രസിലും സ്കൂളിലൊക്കെ രണ്ടാമത് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, നല്ല നല്ല കമൻസൊക്കെ ഇടുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ എൻ്റെ വീട്ടിലോട്ട് പോവാം. ഞാൻ ഈയമോളിപ്പോൾ കുളി കഴിഞ്ഞിപ്പോൾ ഇറങ്ങിയിട്ടുള്ളൂ കേട്ടോ. എൻ്റെ നെറ്റിൻ്റെ അവിടെ ഒരു കുരു ഉണ്ടായിരുന്നു ഗൈസ്, ഭയങ്കര വേദന കുരു. മഴ പെയ്തുകൊണ്ട് എൻ്റെ ചെടിക്കൊക്കെ കുറച്ച് ഇത് കിട്ടി ഉണ്ടോ, നല്ല പച്ച കളറായി. മൂന്ന് ചെടിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീട്ടിൽ പോവാം. അപ്പോൾ ഞങ്ങൾ റോട്ടുമ്പിലെത്തിട്ടോ. ഞാൻ നമ്മൾ റോട്ടുമ്പിലെത്തി. മോന് രാവിലെ പോയിക്കൊണ്ടോ, മോനെ തന്നെ പോയിക്കൊണ്ടു. അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ പോവാം. മഴക്കാലമായതുകൊണ്ട് വലിയ വെയിലും കാര്യങ്ങളൊന്നുമില്ല, അതുകൊണ്ട് സുഖമായിട്ട് നടന്ന് പോവാം. വെയിലും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് സുഖമാണ് കേട്ടോ. ചെറിയൊരു വെയിലുണ്ട്, പക്ഷേ അത് കുഴപ്പമില്ലാത്തൊരു വെയിലാണ്. ഗൈസ്, ഞങ്ങൾ നടന്ന് പള്ളിപ്പീടി കഴിഞ്ഞു കേട്ടോ. കുഴപ്പമില്ലാത്ത വെയിലാട്ടോ. മഴ പെയ്തുകൊണ്ട് എല്ലായിടത്തും ഒരു പച്ചപ്പായതുകൊണ്ട് നല്ല രസമുണ്ട് കാണാൻ. അല്ലയ്യ, അടിപൊളിയാണ്, സൂപ്പറാണ്. ഞാൻ അന്ന് ഗൈസ് പറഞ്ഞിരുന്നില്ലേ, കുട്ടികൾ ഇവിടെ പാടത്ത് ഫുട്ബോൾ കളിക്കും എന്നൊക്കെ പറഞ്ഞിരുന്നില്ലേ. ഞാൻ കാണിച്ചു തരാം കേട്ടോ. കാണുന്നുണ്ടോ കുട്ടികൾ കളിച്ചിട്ടുണ്ടോ? കുട്ടികൾ ഇന്നെ കണ്ടിട്ട് വീഡിയോ എടുക്കാന്നൊക്കെ ചോദിച്ചിട്ടോ. ഫേമസ് ആകുന്നൊക്കെ പറഞ്ഞു കുട്ടികളോട്. അപ്പോൾ ഞാനങ്ങനെ എൻ്റെ വീട്ടിലെത്തി കേട്ടോ. എൻ്റെ വീട്ടിലെത്തി. അപ്പോൾ ഗൈസ്, ഞാൻ എൻ്റെ വീട്ടിലെത്തിട്ടോ. മോനുവാ കഴിയാനേ. അപ്പോൾ എൻ്റെ വീട്ടിലെത്തി. വലിയ ചൂടും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. ഇവിടെ തുടക്കമുണ്ട്, നനവുണ്ട്. വലിയ ചൂടും കാര്യങ്ങളൊന്നുമില്ല, ക്ഷീണമൊന്നുമില്ല. മറ്റേത് വെയിലും കൊണ്ട് നടന്നു വരുമ്പോൾ ഭയങ്കര ക്ഷീണാകാരം. നടന്നു വന്നിട്ട് ചെറിയൊരു കുഴക്ക് പോലെ ഉണ്ട്, അത്രയുള്ളതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. മോന് നിസ്കരിക്കുകയാണ്. ഞാൻ പിന്നെ നിസ്കാരം കഴിഞ്ഞിട്ടാട്ടോ വന്നത്. ഉമ്മ തുറക്കണം. പിന്നെ എന്താ വിശേഷം പറയൂ. ഇപ്പോൾ മോന് നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ. മോന് രാവിലെ വന്നതേനു. അപ്പോൾ 10 മണികളെ ചോറ് തിന്നിട്ടോ. ഞാൻ ചോറും ചിക്കൻ കറിയും വൻപയർ ഉപ്പേരി തോരന് പിന്നെ അതന്നെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ മീൻ കറി മത്തി മുളക് ഇട്ടതുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആ വീടെടുക്കാൻ മറന്നുപോയി കഴിച്ച് തിന്ന് കഴിഞ്ഞ് കൈ കഴുകി വന്നപ്പോഴാണ് വീടെടുക്കാൻ മറന്നതല്ലോ എന്നുള്ളത് ഓർത്തത്. സോറി കേട്ടോ. അപ്പോൾ അത് ഉൾപ്പെടുത്താൻ പറ്റിയില്ല. അപ്പോൾ അതാ ഫുഡ് കഴിച്ച് വന്ന് ഇനി നമ്മൾ കുറച്ച് നേരം അങ്ങനെ കിടക്കട്ടോ. മോനും അവിടെ മാങ്ങ ഉണ്ടോ തരാൻ വേണ്ടി പോയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. അതാ മോനും അതാ കാണുന്നുണ്ടോ, ചുവന്ന കുപ്പായിട്ട് പോണു. മോനു കാട്ടുകോഴി നടന്നു പോണ വേണ്ടത് ആ തല കണ്ണു കയ്യാൻ. ആ ചുവപ്പ് കുപ്പായ ഉണ്ടോ, മാങ്ങ തരാൻ പോയതാണ് ഗൈസ്. മാങ്ങ തരാൻ തൊടൂര് വേണ്ട അങ്ങോട്ട് പോയി. അപ്പോൾ മാങ്ങ തരാൻ വേണ്ടി പോയതാണ്. പൗത്ത മാങ്ങ കിട്ടിയത് നല്ലതല്ലേ. അവിടെയും ചാടി കിടക്കുന്നുണ്ടാവും, മരത്തുമ്പോൾ ചാടിയിട്ട്. അപ്പോൾ തയ്യമ്മോളും അതാ പോണു.
നോക്കട്ടെ എന്തേലും ജന്തുക്കൾ നോക്കറ അയാളോടും പറയും. ഓക്കെ. ഭയങ്കര ഇഷ്ടമാണ് ഗൈസ് മാങ്ങ, ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളന്ന് ജംഷിക്കാക്കിയും പാത്തും ഞാനും ഇക്കിയും കടലുണ്ടി പോയ സമയത്ത് അവിടുന്ന് നമ്മൾ കല്ലുമ്മക്കായ് കഴിച്ചില്ലേ. കല്ലുമ്മക്കായ് കഴിച്ചിന നേരെ കടൻ്റെ അപ്പുറത്തൊരു വണ്ടിയിൽ പഴുത്ത മാങ്ങ വെക്കണുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ ഭയങ്കര പൂതിയാണ്. പക്ഷേ ഇക്കാനടുത്ത് ആ സമയത്ത് പൈസ ഇല്ലാത്തതുകൊണ്ട് വാങ്ങിയില്ല. പിന്നെ ഒരു ദിവസമൊക്കെ മാങ്ങ വാങ്ങിക്കൊടുത്തിട്ടോ. ഇക്കാൻ്റെ പീടിയിലാവുമ്പോൾ എന്താ പറയുക സുഖം എന്താ വെച്ചാൽ നമുക്ക് വേണ്ടത് കൊണ്ടുവരാം. പക്ഷെ ഒരു മാസം ആകുമ്പോൾ ഒരു സംഖ്യ ആവും, 4000 റുപ്യൊക്കെ ആവും ചിലവ് ചിലപ്പോൾ ഞങ്ങൾക്കൊക്കെ. അപ്പോൾ പൂതിയുള്ളതൊക്കെ ചിലപ്പോൾ ഇക്കാട് പറഞ്ഞാൽ ഇക്കാലത്ത് പൈസ ഉണ്ടെങ്കിൽ ഇക്ക കൊണ്ടുവന്ന് തരും കേട്ടോ. കൊണ്ടുവന്ന് തരായൊന്നുമില്ല, ഇക്കാലത്ത് പൈസ ഉണ്ടെങ്കിലൊക്കെ വാങ്ങിത്തരും. പിന്നെ മാങ്ങ പൗത്ത മാങ്ങ എന്നിട്ട് ഇക്ക എത്ര 100 റുപ്യക്ക് 1 കിലോനറ്റെ 100 റുപ്യക്ക് അങ്ങനെ എന്തോ. നല്ല മാങ്ങയാണ്, നല്ല മധുരം ഉണ്ടായിരുന്നു മാങ്ങ. ഇപ്പോഴും ഉണ്ട്, 2 ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. അപ്പോൾ എനിക്കും റീസൺ നോക്കും ഫേവറേറ്റ് ഫ്രൂട്ട്സിൽ ഏറ്റവും ഇഷ്ടം മാങ്ങയാണ്, പഴുത്ത മാങ്ങ. കിട്ടിയോ? പുഴുണ്ടോന്നാവോ? പുഴുക്കളുണ്ടാവും ചിലപ്പോൾ. മലപ്പുറം ഭാഷ പറയുകയാണെങ്കിൽ പിജ്ജ്. മലപ്പുറത്ത് പിജ്ജ് ഉണ്ടാവുമടാ, ഇത് നോക്കടാ പിജ്ജ് ഉണ്ടാവും കൈ മാങ്ങമ്മൽ നോക്കേ, അങ്ങനെയൊക്കെ മലപ്പുറം ഭാഷ പറയട്ടോ. അല്ലാതെ ചിലവരും മലപ്പുറത്തുള്ളവരും സാധാരണ രീതിയിൽ ഇങ്ങനെയും പറയും, പുഴു ഉണ്ടാവുന്നു. ചിലർ പുഴു പറയും, നമ്മൾ പുയു അങ്ങനെ പറയും. പിന്നെ ഒരു വിറ്റുണ്ട് ആലപ്പുഴ ആ ഭാഗത്തൊക്കെ നമ്മൾ മുടിമിടുന്ന ബണ്ണില്ലേ, അതിന് ചിലർ പുഴു പറയും, പുഴു. ഞാൻ അങ്ങനെ അവിടെ പോയ സമയത്ത് കാൻ്റെ അമ്മയൊക്കെ പറഞ്ഞ കേട്ടിട്ടുണ്ട്. എങ്ങനെ എന്താ മോനോ ചെക്കന് ചെരുപ്പൊടിച്ച് ഞാൻ ചെരുപ്പിടാതെ പുറകോട്ടുമ്പോ കൂടെ എങ്ങനെ പൊട്ടിയത്? ഞാനോട് കൊണ്ടുപോല. എത്ര കൊല്ലേറെ ചെരുപ്പിടൽ തുടങ്ങിയിട്ട് കുറേ ആയി. പൊട്ടിയിട്ടില്ലല്ലേ? ഓൻ പറ്റിച്ചാണ് ഗൈസിനെ, ഓൻ പറ്റിക്കണ റൗഡിയാണോ. അപ്പൊ ഇവിടെ വാ, ഇവിടെ വാ. മാങ്ങ കിട്ടിയോ? അന്ന് എടുത്തിട്ട് വാ. ഓടണു. അപ്പൊ ഗൈസ് ഞങ്ങൾ ഇതാ കാലത്താത്ത മോനോ റയ്യാൻ അവിടെ കിടക്കുന്നുണ്ട്, റീസമോൾ ഇതാക്കണു, ഞാൻ അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കാട്ടില്ല കേട്ടോ. അപ്പോ കുറച്ച് നേരം ഉറങ്ങി ഞങ്ങള്, കുറച്ച് നേരം നല്ല നല്ലോണം ഉറങ്ങിയാണോ. സമയം 4:30 കഴിഞ്ഞു. ഞങ്ങളിത് എപ്പോഴും ഉറങ്ങണം. നല്ലൊരു ഉറക്കുറങ്ങി, അടിപൊളി. ഒരു അസറസ്കണ്ട് പറഞ്ഞ കേൾക്കുന്നില്ല. നിസ്കാരം കഴിഞ്ഞ് കണ്ട് ചാടിച്ചിട്ട് ഞാൻ പോകും കേട്ടോ. ഞാനും മോളും ഈ റൂമിൽ കിടന്നുറങ്ങി. മോനും ഉമ്മയും ഓരൊക്കെ അപ്പുറത്തെ റൂമിൽ കിടന്നുറങ്ങി കേട്ടോ. കണ്ണ് തുറയണില്ലേ? ആയോട്ടെ. ചായ കുടിക്കണം. ഇപ്പം നല്ല പാൽ ചായയും അതേപോലെ അവലും തേങ്ങയും ശർക്കരയും കൂടെ കുഴച്ചതാട്ടോ. നല്ല രസമുണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അവല് സൂപ്പറായിരുന്നു. ഞാനിപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് 11:45 കേട്ടോ. വോയിസ് ഓവറൊക്കെ കൊടുക്കുന്നത് 11:45. അപ്പോൾ അതാണ് കോട്ടുവായിടുന്ന സൗണ്ടൊക്കെ കേട്ടില്ലേ നിങ്ങൾ. അപ്പോൾ ഈ മോളെ ഞാൻ കുറേ നേരം വിളിച്ചിട്ടോ ചായ കുടിക്കാൻ. പിന്നെ അവൾ വിളിച്ചിട്ട് വന്ന് കവല് വേണ്ടാറിന് ചായ മാത്രം മതി പറഞ്ഞിട്ട് കുറുമ്പ് കേട്ടോ. പിന്നെ ഞങ്ങളങ്ങനെ പോകാൻ നിൽക്കുകയാണ്. ഞാൻ പോവാട്ടോ. ഞാനും പയ്യനിതാ ഈ അവിടെ ഉണ്ട്. ഈ മൈലാഞ്ചി കുറച്ച് അരച്ചീനു. അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ട് ഇല തപ്പിപ്പോയിക്കാണ്. ഇവിടെ ഇഷ്ടംപോലെ ഇല ഉണ്ടായിട്ട് നമുക്ക് ഇല അങ്ങോട്ട് പോയി തപ്പാൻ പോയിക്കണത്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ കോട്ടീസ് പോവാണ്. കോട്ടീസ് പോയിട്ട് ഇനി ചോറ് വെക്കണം, കറിയൊക്കെ വെച്ചിട്ടുണ്ട്, പരിപ്പും
ചക്കക്കുരും തേങ്ങ അരച്ചങ്ങാണ്ട് കറി വെച്ച് കുറച്ചുണ്ട്. പിന്നെ ഇനി ഉപ്പേരി എന്തെങ്കിലും വെക്കണം, വെണ്ടക്ക ഉപ്പേരി എന്തെങ്കിലും വെക്കണം. ഓക്കെ, അപ്പോൾ ഞങ്ങളങ്ങനെ പേരിലേക്ക് പോവാണ് ഗൈസ്. അപ്പോൾ ഗൈസ് ഞാൻ ചായ ഒക്കെ കുടിച്ചു. ഇനി എന്താ പറയുക, അവിടെ പോയിട്ട് കുറച്ച് നേരം ലൈവ് എടുക്കണം എന്നുണ്ട്. നോക്കട്ടെ, ചിലപ്പോൾ പറ്റുകയാണെങ്കിൽ ഇപ്പോൾ പോയിട്ട് ലൈവ് എടുക്കും. അല്ലെങ്കിൽ അയ്യോ ഞാൻ അപ്പം തന്നെ ഉദ്ധാ പോയി. ഓക്കെ, അപ്പോൾ നേരെ പെരേക്ക് പോവാട്ടോ. മോളിതാ വരുന്നു, മോനും ഇതാ അവിടെ. ഞങ്ങൾ നടന്നിട്ടാട്ടോ പോണേ, നോക്കാം, നടന്ന് പോവാണ്. ഇവിടെ നമ്മളിവിടെ തൊട്ടടുത്ത വീട്ടിൽ കല്യാണം ഉണ്ട്. അപ്പോൾ അവിടെ ഫുള്ള് പെയിൻ്റ് അടിയാണ്. വീട് മൊത്തം പുറവും ഉള്ളും ഫുള്ള് പെയിൻ്റ് അടിയാണ്. ഫിനിഷായിട്ടില്ല, ഫിനിഷായി വരുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്താലോ? അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടോന്നുണ്ടെങ്കിൽ എല്ലാവരും എന്താ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക, പിന്നെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. ബൈ ബൈ. ടാറ്റാ ബാ. ബൈ. അപ്പോൾ ശരി ഗൈസ്, ബൈ.